നമസ്കാരം. ജനപ്രതിനിധിയായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണത്തിൽ നടിയുടെ വെളിപ്പെടുത്തലിൽ ചൂടേറിയ ചർച്ചയാണ്. ദേശീയ നേതൃത്വം ഇടപെടേണ്ട സാഹചര്യം, മുഖം നോക്കാതെ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ്. പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമോ? രാഹുൽ പ്രതികരിക്കണമെന്നാണ് നേതാക്കളുടെ നിലപാട്. രാഹുലിന്റെ മറുപടി അതാണ് ഉറ്റുനോക്കുന്നത്. ഈ മണിക്കൂർ വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈയൊഴിഞ്ഞ് VD സതീശനും. ആരോപണങ്ങൾ പരിശോധിച്ച് മുഖം നോക്കാതെ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു മകളുടെ പരാതിയിൽ പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുവെന്ന് VD സതീശൻ. രാഹുലിനെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല. പരാതി ലഭിച്ചിട്ടില്ലെന്ന് പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ. രാഹുൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. യുവനടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിൽ കർശന നടപടിക്ക് സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി സ്ഥാനത്ത് നിന്നും നീക്കും. പാലക്കാട് മത്സരിപ്പിക്കില്ല. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായേക്കും. കോൺഗ്രസിന്റെ അടിയന്തര നടപടിക്കുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട്. വെളിപ്പെടുത്തലിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമെന്ന് റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറും. ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പെൺകുട്ടികളുണ്ടെന്നും ഹണി. രാജി ആവശ്യപ്പെട്ട് പാലക്കാട് MLA ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ മാർച്ച്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡ് ഉയർത്തി നടുത്തളത്തിലിറങ്ങി. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബെറ്റിംഗ് ആപ്പുകളും ചൂതാട്ടവും നിയന്ത്രിക്കാനുള്ള ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭ പരിഗണിക്കും. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരം. രോഗം സ്ഥിരീകരിച്ച 40-കാരനും മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരിയും തീവ്രപരിചരണ വിഭാഗത്തിൽ. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി ആരോഗ്യവകുപ്പ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണിൽ നിന്ന് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെ നേരിടും. 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പോരാട്ടം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഉച്ചവാർത്ത ആദ്യം പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതികളിൽ മുഖം നോക്കാതെ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കർശന നടപടിക്ക് താൻ തന്നെ മുൻകൈയെടുക്കും. ഒരു മകളുടെ പരാതിക്ക് പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുന്നുണ്ട്. ആരോപണങ്ങൾ ഗൗരവത്തോടെ വിശദമായി പരിശോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും. റിനി ആൻ ജോർജ് മുൻപ് താങ്കൾക്ക് പരാതി നൽകിയിരുന്നുള്ളതാണ് പറയുന്നത്. ഇതുവരെയും അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല. എനിക്ക് എൻ്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ്. കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. വിവരങ്ങൾ നൽകാൻ അൺഫിൽറ്റഡ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിൽറ്റഡ്, VD സതീശൻ പറഞ്ഞ പോലെ തന്നെ മുഖം നോക്കാതെ നടപടി എന്നതാണ്. പാർട്ടി സമ്മർദ്ദത്തിലാകുന്നു, പ്രതിരോധത്തിലാകുന്നു. പാർട്ടി മാതൃകയാകുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. രാഹുൽ അല്പസമയത്തിനകം അടൂരിലെ വസതിയിൽ മാധ്യമങ്ങളെ കാണും. രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായും അശ്വിനി, അതിവേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. കാരണം കടുത്ത പ്രതിരോധത്തിലാണ് പാർട്ടി, കടുത്ത സമ്മർദ്ദത്തിലുമാണ് പാർട്ടി. ഈ രീതിയിൽ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് സഹിതം രാഹുലാണ് ഈ ഒരു ആരോപണ വിധേയനെന്ന് കൃത്യമായ യുവതി പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി എല്ലാ സൂചനകളും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്ന സുപ്രധാനമായ പദവി ഇരിക്കുന്നു. അദ്ദേഹം MLA ആണ്. തൽക്കാലം MLA പദവി ഒഴിയേണ്ടതില്ല. കാരണം അത് ജനവിധിയിലൂടെ
പദവിയിലൂടെ അദ്ദേഹം നേടിയെടുത്താണ്. പക്ഷേ സംഘടനാപരമായ ചുമതല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ ഒന്നടങ്കം പരാതിയുമായി രംഗത്ത് വരുന്നത് ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. അത് യുവനടി പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഇന്ന് പകൽ മുഴുവനും ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അമാന്തിക്കാൻ പാടില്ല, ഒരു നിമിഷം പോലും വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന സമ്മർദ്ദം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ച് വി ഡി സതീശൻ ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനും ഏറ്റവും അനുയായിയുമായിരിക്കുന്ന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്തം അനിയനെ പോലെ കരുതുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരിഗണനകളും ഉണ്ടായിരുന്നില്ല, വാത്സല്യം ഉണ്ടായിരുന്നു. പക്ഷേ കടുത്ത ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയരുമ്പോൾ വി ഡി സതീശൻ പോലും കൈവിടുന്നു. വി ഡി സതീശൻ തന്നെയാണ് മുൻകൈ എടുത്ത് സംസ്ഥാന അധ്യക്ഷൻ KPCC അധ്യക്ഷനുമായി സംസാരിക്കുകയും അടിയന്തരമായി തന്നെ നടപടി ഉണ്ടാകണമെന്ന് പറയുന്നു. ദീപാദാസ് മുൻഷി കേരളത്തിലെ ചുമതല AICC ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഔദ്യോഗികമായി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ രാഹുൽ മാധ്യമങ്ങളെ കാണുമ്പോൾ താൻ രാജിവെച്ച് ഒഴിയുന്നതായി രാജിവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അതെ, ഉറപ്പായും. കാരണം അത് ഏറെക്കുറെ നമുക്കറിയാം ഔദ്യോഗികമായി തന്നെ രാജിവെക്കാനായി ആവശ്യപ്പെട്ടിരുന്നു. ആ സന്ദേശം എത്തുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിയതിന് ശേഷം ഒഴിയില്ലെങ്കിൽ മാത്രം നടപടി ഉണ്ടാകണമെന്നൊരു തീരുമാനം തന്നെയാണ് രാവിലെ മുതൽ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം ഔദ്യോഗികമായി കത്ത് കൈമാറി എന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അതിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി സ്ഥാനം അദ്ദേഹം ഒടുവിൽ ഒഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ അദ്ദേഹം രാജിക്കത്ത് സംസ്ഥാന നേതൃത്വത്തിന്, അതായത് KPCC നേതൃത്വത്തിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അടൂരിൽ അദ്ദേഹത്തിന്റെ തീർച്ചയായും MLA സ്ഥാനമുണ്ട്. അപ്പോൾ ഇതൊരു പാർട്ടി മാതൃകയായി എന്ന് കണക്കാക്കാമോ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനമോ ആരോപണമോ പരാതിയുടെ രൂപത്തിൽ എത്തിയപ്പോൾ ആ നിമിഷം തന്നെ നേരത്തെയുമൊക്കെ സമാനമായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പുകമറ മാത്രമായിരുന്നു. പരാതി ഉന്നയിച്ച് ആരും തന്നെ രംഗത്ത് വന്നില്ല. പക്ഷേ യുവനടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്നലെ വൈകിട്ട് മുതൽ എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ യുവനടി കൃത്യമായ ആരോപണം, പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി എല്ലാ ആരോപണവും കൃത്യമായി തന്നെ ഉന്നയിക്കുന്നു. ആ പേര് താൻ ഇനിയും പ്രകോപനം ഉണ്ടായാൽ പേര് താൻ വെളിപ്പെടുത്തുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ആ നടി നൽകുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇനി അമാന്തിക്കാൻ പാടില്ല, വെച്ച് താമസിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ പദവി ഒഴിയാനായി സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. വൈകുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം തന്നെ അദ്ദേഹത്തിന് ആ പദവിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഒഴിവാക്കാനായി രാജിവെക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. അതനുസരിച്ച് രാജ്യകമായി രാജിക്കത്ത് കൈമാറി. പക്ഷേ രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണത്തിന് അടൂരിൽ അദ്ദേഹത്തിന് വീട്ടിലുണ്ട്. അടൂരിലെ വീട്ടിൽ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം പ്രതികരിക്കാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും തയ്യാറായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്പസമയത്തിനകം മാധ്യമങ്ങളെ ഔദ്യോഗികമായി കാണുമെന്നാണ് നമ്മൾ അറിയുന്നത്. മാധ്യമങ്ങളെ ഔദ്യോഗികമായി കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തനിക്ക് നേരിടുന്ന ഈ ആരോപണങ്ങൾ, ഈ വിമർശനങ്ങളിൽ ഒരു മറുപടി, ഒരു വിശദീകരണം യുവ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹം പദവി ഒഴിയുന്നു എന്നുള്ള ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ രാഹുൽ തന്നെ ആ സ്ഥാനം ഒഴിയട്ടെ എന്നൊരു തീരുമാനത്തിലാണ് സംസ്ഥാന നേതൃത്വം പുലർത്തിയിരിക്കുന്നത്. ആ പ്രഖ്യാപനവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ അടൂരിലെ വീട്ടിൽ എല്ലാ മാധ്യമങ്ങളും അവിടെയുണ്ട്. വാർത്താ മാധ്യമങ്ങൾ ഉടൻ കാണുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അടുത്ത വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവായാലും KPCC അധ്യക്ഷനായാലും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തല പോലും നേതൃത്വത്തിന് AICC നേതൃത്വത്തിനോട് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നത് വൈകാൻ പാടില്ല, ഉടൻ തന്നെ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിഷയത്തിൽ, കാരണം ഇതിനകത്തെ വിശദാംശങ്ങൾ എന്താണ്, അന്വേഷണം എന്താണ് എന്നതിനപ്പുറത്തേക്ക് ഒരു നടി പരസ്യമായി രംഗത്തെത്തു, പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി എല്ലാ തെളിവുകളും അല്ലെങ്കിൽ എല്ലാ സൂചനകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൽ, ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ പോലും രാഹുലിനെതിരെ വലിയൊരു വിഭാഗം തന്നെ ഒറ്റക്കെട്ടായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യൂത്തിന് മാതൃകയാകേണ്ട ഒരാളാണ് ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നു വരുന്നു. മുഖം നോക്കാതെ മറുപടി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോഴും MLA സ്ഥാനം രാജിവെക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയല്ല പ്രതിപക്ഷ നേതാവ് നൽകിയത്. MLA സ്ഥാനം ഒഴിയുക എന്ന് പറയുന്നത് അതൊരു ധാർമ്മികതയുടെ വിഷയമാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മാൻഡേറ്ററിയാണ് MLA എന്ന പദവി. ഇത്തരത്തിൽ മുമ്പ്, അതായത് CPM-ലായാലും മറ്റു പാർട്ടിയിലായാൽ പോലും ജനപ്രതിനിധി ആയിരിക്കുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ജനപ്രതിനിധി
ആ പദവി അവർ ഒഴിയാറില്ല. പക്ഷേ ഇത് സംഘടനാ ചുമതലയാണ്. സംഘടനാ ചുമതല ഒഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഥമ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പാർട്ടി നേതൃത്വത്തിൽ ഉടനടി ആവശ്യപ്പെടാം. അതിനകത്ത് കാലതാമസം വെക്കേണ്ട മറ്റൊരു തടസ്സങ്ങളോ സാങ്കേതിക തടസ്സങ്ങളോ ഒന്നുമില്ല. എന്നാൽ MLA സ്ഥാനം എന്ന് പറയുമ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിന് 5 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ നൽകിയ ജനവിധിക്ക് അനുസരിച്ച് MLA ആയൊരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് MLA പദവി തൽക്കാലം രാജിവെക്കേണ്ടതില്ല, ആ MLA പദവിയിൽ തുടരട്ടെ എന്നൊരു നിലപാടാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം 5 മാസങ്ങൾ കഴിഞ്ഞ് ഇനി 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പാലക്കാട് അദ്ദേഹത്തിന് സീറ്റ് നൽകില്ല എന്ന കാര്യത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്, തീരുമാനവുമായിരിക്കുകയാണ്. കാരണം വളർന്നു വരുന്ന ഒരു നേതാവായിരുന്നു, ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയ ഒരു രാഷ്ട്രീയ നേതാവാണ്, കോൺഗ്രസിലെ ഏറ്റവും പ്രതീക്ഷയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയും പാലക്കാട് അദ്ദേഹത്തിന് തുടരും, അവിടെ തന്നെ സീറ്റ് നൽകും എന്നുള്ളതൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ അത്രയേറെ ഭൂരിപക്ഷത്തോടുകൂടി 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ഒരു നേതാവായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് അത്രയും ശക്തമായൊരു ത്രികോണ മത്സരം നടന്നൊരു സമയത്താണ് ഏറ്റവും വാശിയേറിയ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ അവിടെ നിർത്തുകയും അദ്ദേഹം പത്തനംതിട്ടക്കാരനായിരുന്നു കൂടി അദ്ദേഹത്തിനെ അവിടെ നിർത്തുകയും വലിയ വാശിയേറിയ മത്സരത്തിൽ അദ്ദേഹം ഇത്രയേറെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ആ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ നിർത്തുമെന്നും അദ്ദേഹം തന്നെ അവിടെ തുടരുമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് കണക്കൂട്ടലുകൾക്കുമൊക്കെ തിരിച്ചടിയായിരിക്കാൻ ഒരു കനത്ത ആഘാതമാണ്. അത് വളരെ പെട്ടെന്നുണ്ടായി. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഈ ഒരു സംഭവത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി പോലും നിർണ്ണയിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇന്ന് തന്നെ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ, ഈ 1 മണി ഉച്ചയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ഔദ്യോഗികമായി കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി തന്റെ രാഷ്ട്രീയ, അതായത് ഇനി MLA പദവി പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യത കൂടി ഇവിടെ അടയുകയാണ്. പാലക്കാട് നൽകില്ല, അദ്ദേഹത്തിന് MLA മത്സരിപ്പിക്കുമോ എന്നതല്ല, പക്ഷേ പാലക്കാട് സീറ്റിന് അദ്ദേഹത്തിന് നൽകില്ല എന്നൊരു തീരുമാനം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റവും സുപ്രധാന പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയേണ്ടി വന്നിരിക്കുന്നു. തൽക്കാലം ഇനി ഒരു 5 മാസത്തേക്ക് ഇപ്പോൾ MLA ആയി തുടരും എന്നതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്താകുമെന്നൊരു ചോദ്യം ഉയർത്തുകയാണ്. ഏറെക്കുറെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഒരു സ്ത്രീയല്ല, നിരവധി പേരാണ് സമാനമായ രീതിയിലുള്ള പരാതി, അവിടുത്തെ വനിതാ പ്രവർത്തകർക്കും സമാനമായ മോശം അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നിരവധി പരാതികൾ വരുന്നു. ഈ പരാതികൾ ആരും രേഖാമൂലം പരാതി നൽകിയില്ല എന്നൊരു ഒറ്റ കാരണത്താൽ മാത്രമാണ് നടപടി എടുക്കാത്തത് എന്നൊരു വിശദീകരണമാണ് ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് അൺഫിൽട്ടർ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുമ്പോൾ തന്നെയാണ് പാർട്ടിക്കകത്തുള്ള വനിതകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പുറത്തേക്ക് വരുന്നത്, വനിതകളൊക്കെ തുറന്നു പറയേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടിക്ക് കടക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം പാർട്ടിക്ക് അങ്ങനെ വെളുപ്പിക്കാൻ കഴിയുമോ ഈ ഒരു വിഷയത്തെ? ഒരിക്കലുമില്ല. കാരണം ഈ ഇതേ രീതിയിലുള്ള സമാനമായ ആരോപണങ്ങൾ, കടുത്ത കേസുകളുമൊക്കെ CPM-ലെ പല നേതാക്കൾക്കുമെതിരെ ഉയരുമ്പോൾ സാഹചര്യത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അതിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർത്തിയ ഒരു വ്യക്തിയാണ് പ്രതിപക്ഷ VD സതീശൻ. അങ്ങനെയുള്ള CPM-ലെ നേതാക്കൾക്ക് നമുക്കറിയാം, എത്രയോ നേതാക്കൾ, പ്രമുഖ നേതാക്കൾക്കെതിരെ സമാനമായ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ വരുമ്പോഴേക്ക് ഈ പാർട്ടിയല്ല കോടതി ആകേണ്ടത് എന്ന് അവർ മുഖത്ത് നോക്കി ചോദിച്ചൊരു നേതാവാണ്. ആ നേതാവ് തന്റെ വിശ്വസ്തന, അല്ലെങ്കിൽ തന്റെ പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു യുവ നേതാവിനെതിരെ സമാനമായ ഒരു ആരോപണം ഉയരുമ്പോൾ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. പലവരും, അതായത് ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടി തന്നെ പരസ്യമായി ചോദിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ചോദിച്ചിരിക്കുകയാണ്. കാരണം ഒരു സ്ത്രീ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ ഓഡിയോ സന്ദേശങ്ങൾ വരെ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഈ യുവ നേതാവിനെതിരെ രംഗത്ത് ഉയർത്തിയിരിക്കുന്നത്. അവിടെ അതായത് ഒരു പ്രവാസി എഴുത്തുകാരിയായിരിക്കുന്ന ഹണി നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ നേതാവിൽ നിന്ന് തനിക്ക് നിരന്തരം ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായി. മാത്രമല്ല അവിടെ തന്നെ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും ഇദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും അത് പുറത്തു പറയുന്നില്ല. ഇതൊക്കെ തന്നെ നേതാക്കൾക്ക് അറിയാം, പക്ഷെ ഒരു നടപടി ആരും എടുത്തില്ല. അതിന് പറയുന്ന ഒരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം എന്ന് പറയുന്നത് പരാതിയുമായി ആരും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷേ പരാതിയില്ല എന്നൊരു ഒറ്റ കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും മൂടി വയ്ക്കുകയും ഇതിപ്പോൾ ഒരു യുവനടി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ്, മാധ്യമങ്ങൾ ഒറ്റക്കെട്ട എന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര അതിവേഗത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പദവി ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും മാതൃകാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചു. പക്ഷേ MLA പദവി ഒഴിയാൻ കോൺഗ്രസ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അത് തുടരട്ടെ, കാരണം വളരെ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ പാലക്കാട് ഇനി ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
ശരി, അതുതന്നെയാണ് അൺഫിൽട്ടർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അൺഫിൽട്ടർ ഡിസൂസ നൽകിയത്. നടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തം. യുവനേതാവിൽ നിന്നും ദുരനുഭവം ഉണ്ടായ കാര്യം പ്രസ്ഥാനത്തിലെ മറ്റു നേതാക്കളോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും റിനിയുടെ വെളിപ്പെടുത്തൽ. ഈ ക്രിമിനലിനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. വെളിപ്പെടുത്തലിന് ശേഷം ഇന്നലെ രാത്രി മുതൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് താൻ നേരിടുന്നതെന്ന് നടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഴുത്തുകാരി ഹണി ഭാസ്കറും രംഗത്ത്. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു. എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നുവെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരോടാണ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തുടക്കത്തിൽ മെസ്സേജിന് മറുപടി നൽകിയിരുന്നു. രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് മറുപടി അയച്ചില്ല. തന്നോട് രാഹുൽ നടത്തിയ ചാറ്റിൽ മോശം പരാമർശമില്ല. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാമെന്നും ഹണി ഭാസ്കർ പ്രതികരിച്ചു. ഷാഫി പറമ്പലിനെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് പാലക്കാട് DCC. രാഹുലിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും കാര്യങ്ങളിൽ വ്യക്തത വരട്ടെയെന്നും DCC അധ്യക്ഷൻ A. തങ്കപ്പൻ പറഞ്ഞു. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നത് ഗുരുതരമാണെന്നും പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും മന്ത്രി R. ബിന്ദു. വിഷയത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം നടപടിയെടുക്കണം. രാഷ്ട്രീയ മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഹു കെയേഴ്സ് എന്ന മനോഭാവമുള്ളവരോട് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും മന്ത്രി ചോദിച്ചു. ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും രാഷ്ട്രീയ മേഖലയ്ക്ക് തന്നെ നാണക്കേട് വരുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് പ്രസ്തുത വ്യക്തിയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ധാർമ്മികതയെക്കുറിച്ച് ഓരോരുത്തർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വിഷയം അച്ചടക്ക സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ മുൻപിൽ എത്തിയിട്ടില്ല. സ്വാഭാവികമായ നടപടികളെ ബാധിച്ചേക്കുമെന്നതിനാൽ ഇപ്പോൾ മുൻകൂറായി എന്തെങ്കിലും അഭിപ്രായം പറയാനില്ല. പൊതുപ്രവർത്തകർ എല്ലാ രംഗങ്ങളിലും മാതൃക കാട്ടേണ്ടതാണ്. ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ആരോപണമാണ്. അതേക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം അന്വേഷിച്ചു വേണ്ട നടപടി സ്വീകരിക്കുമെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. രാഹുലിനെതിരായ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്നേഹയുടെ യൂത്ത് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക്. വ്യക്തിപരമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ വ്യക്തിപരമായി ഞാൻ പറയുന്ന അഭിപ്രായമാണിത് കേട്ടോ. സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മളൊരു വാർത്ത, ഒരു പെണ്ണ് വന്നിട്ട് ഒരു യുവ നേതാവിനെ കുറിച്ച് പരാതി പറയുക. അപ്പോഴത്തേക്ക് ഒരു മാധ്യമക്കാരൻ ചോദിക്കുകയാണ്, അത് രാഹുൽ മാങ്കൂട്ടമാണോ? നോ കമന്റ്സ് എന്നാണ് അവളുടെ ഉത്തരം. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം കോൺഗ്രസിന്റെ DNA-യിലുള്ള കാര്യമാണെന്ന് അനൂപ് ആന്റണിയുടെ പരിഹാസം. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലും ഹു കെയേഴ്സ് ആണ് നിലപാട്. മഹിളാ കോൺഗ്രസ് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തണം. MLA-യെക്കുറിച്ചുള്ള തെളിവുകൾ BJP-യുടെ പക്കലുണ്ട്. MLA ഉടൻ രാജിവെപ്പിക്കണമെന്നും അല്ലെങ്കിൽ BJP വലിയ സമരം നടത്തുമെന്നും അനൂപ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ രാഹുലിനെതിരെ കേസെടുക്കണമെന്നും അനൂപ് ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം അതീവ ഗൗരവമേറിയ വിഷയമെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് VD സതീഷിനോട് പരാതിപ്പെട്ടിരുന്നുവെന്നാണ് യുവതി പറഞ്ഞത്. എന്നാൽ VD സതീശൻ പരാതി മുക്കി വേട്ടക്കാരനൊപ്പം നിന്നു. വേട്ടക്കാരനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. VD സതീശൻ നടത്തിയത് ക്രിമിനൽ കുറ്റം. പരാതി മറച്ചുവെച്ച് എന്നത് മാത്രമല്ല, അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആദ്യം പ്രതികരണം തേടേണ്ടത് VD സതീഷിനോടാണ്. പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ പേര് പറഞ്ഞു മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും സനോജ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അടൂർ നെല്ലിമുകളിലുള്ള വീട്ടിലേക്ക് പ്രതിഷേധവുമായി DYFI. പ്രവർത്തകർ വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കാനിരിക്കെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ പ്ലക്കാർഡ് ഉയർത്തി ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ ഉയർന്നുവന്നത്. രാജ്യസഭ തുടരുകയാണ്. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭ പരിഗണിക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഈ സഭാ കാലയളവിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം അടക്കമുള്ളവയിൽ പ്രതിഷേധം ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബിൽ വന്നിട്ടുണ്ട്. അത് പരിഗണിക്കുന്നു. വിവരങ്ങൾ. അശ്വതി, വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അതിശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ഉയർത്തിയത്. അതിനിടയിൽ തന്നെ ലോക്സഭ 2 തവണ ഇത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനെ തുടർന്നാണ് 12 മണിക്ക് വീണ്ടും ചേരാമെന്നുള്ള ധാരണയിൽ പിരിയുന്നു. പക്ഷേ 12 മണിക്ക് വീണ്ടും യോഗം ചേരുമ്പോഴേക്കും സഭ ചേരുമ്പോൾ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉണ്ടാകുന്നു. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, സഭാ സമ്മേളനം ഇത്രയും ദിവസം നടന്ന സമയത്ത് തന്നെ ജൂലൈ 21-നാണ് സഭാ സമ്മേളനം തുടങ്ങുന്നത്. ആ സമയം തൊട്ട് ഇങ്ങോട്ട് ആ സഭാ സമ്മേളനവുമായി സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ സംസാരിക്കാൻ വിളിക്കുക, അവരോട് കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. പക്ഷേ ആ ചടങ്ങ് അടക്കം രാഹുൽ ഗാന്ധി ബഹിഷ്കരിക്കുന്നതാണ്. അതായത് സ്പീക്കർ സംസാരിക്കാനായി വിളിക്കുന്ന സമയത്ത് ആ സംസാരത്തിലേക്കോ കാര്യങ്ങളിലേക്കോ താല്പര്യമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം നിലപാടെടുത്തിരിക്കുന്നത്. അതായത് അതിശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സഭാ നടപടികളുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർത്തുന്നു. ഇതോടൊപ്പം തന്നെ രാജ്യസഭയിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധമുണ്ടാകുന്നു. അതിന്റെ ഭാഗമായി രാജ്യസഭാ നടപടികൾ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ സഭ പിരിയും. ഇനിയിപ്പോൾ ശൈത്യകാല സമ്മേളനത്തിന് വേണ്ടി മാത്രമാണ് ശൈത്യകാല സമ്മേളനത്തോട് സഭ ചേരും. അതിന് മുൻപേ 9-ാം തീയതി വീണ്ടും രാജ്യസഭാ അധ്യക്ഷൻ, അതായത് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുണ്ട്. അതിനുവേണ്ടി സഭ ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇത്തരം കാര്യങ്ങൾ. ശരി പ്രശാന്ത്, അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പമെത്തിയാണ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇനി വാശിയേറിയ പോരാട്ടം എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, സുദർശൻ റെഡ്ഡിയും പ്രതിപക്ഷവും പറയുന്നത് ഇതിൽ 2 പ്രധാനപ്പെട്ട ആളുകൾ തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ടുകൂടിയാണ് ഭരണപക്ഷം ഇനിയൊരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല, ഇത്തരത്തിൽ CP രാധാകൃഷ്ണൻ പിന്തുണ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അത് തള്ളിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത് ഇതൊരാശയ പോരാട്ടമായതുകൊണ്ട് തന്നെയാണ്. കാരണം BJPയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് CP രാധാകൃഷ്ണൻ. RSSന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. അങ്ങനെ ഒരാൾക്കെതിരെ മതേതരത്വ മുന്നണിയുടെ ഭാഗമായി കൂടിയാണ് സുദർശൻ റെഡ്ഡിയെ മത്സരിപ്പിക്കുന്നത്. അത് കേന്ദ്രവിരുദ്ധ നിലപാടുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള സഞ്ജയ് റൌട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, ശരത് പവാർ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 25-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. ശരി, അതുതന്നെയാണ് വിവരങ്ങളാണ് കെ പ്രശാന്ത് ഡൽഹിയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരം. രോഗം സ്ഥിരീകരിച്ച 40-കാരനും മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരിയും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നലെയാണ് പനി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 11 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതോടെ ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡൽഹി പോലീസിന് പകരം CRPF മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കും. Z കാറ്റഗറി സുരക്ഷയാണ് ഇനി മുതൽ രേഖ ഗുപ്തയ്ക്കുണ്ടാകുക. വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 20 പേരടങ്ങുന്ന CRPF സംഘമാണ് രേഖ ഗുപ്തയ്ക്കൊപ്പം ഇനി ഉണ്ടാകുക. അതേസമയം മുഖ്യമന്ത്രിയെ ആക്രമിച്ച ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജി ആദ്യമായാണ് ഡൽഹിയിൽ എത്തുന്നത് എന്ന് അന്വേഷണ സംഘം അറിയിച്ചു. നായകളെ സ്നേഹിക്കുന്ന രാജേഷ് ഡൽഹിയിൽ തെരുവ് നായ്ക്കൾക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ ആക്രമിച്ചത് എന്നാണ് നിഗമനം. കണ്ണൂരിൽ യുവാവ് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച യുവതി മരിച്ചു. കുറ്റ്യാട്ടൂർ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ പ്രവീണയെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. പ്രതിയായ കുട്ടാവ് സ്വദേശി ജിജേഷിനും ഗുരുതരമായി പൊള്ളലേറ്റു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ കുറ്റ്യാട്ടൂരിലെ പ്രവീണയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം. വീടിന്റെ അടുക്കള ഭാഗത്തായിരുന്നു പ്രവീണയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കൊലപാതക ശ്രമത്തിന് കാരണമെന്തെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. 1:30-ക്ക് ബോംബ് പൊട്ടുമെന്നും ജീവനക്കാരെ ഒഴിപ്പിക്കണമെന്നും ഇമെയിൽ സന്ദേശം. കളക്ട്രേറ്റിലെ വനിതാ ശിശുക്ഷേമ വകുപ്പിലാണ് ഭീഷണി സന്ദേശം ഇമെയിലിൽ ലഭിച്ചത്. ഉച്ചയ്ക്ക് 1:30-ക്ക് ബോംബ് പൊട്ടുമെന്നും ജീവനക്കാരെയെല്ലാം ഒഴിപ്പിക്കണമെന്നുമായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം.
കോഴിക്കോട് കളക്ടറേറ്റിന് നേരെ ബോംബ് ഭീഷണി. ഇമെയിൽ സന്ദേശമായാണ് ബോംബ് ഭീഷണി എത്തിയത്. വനിതാ ശിശു വികസന ഓഫീസിലാണ് ഭീഷണി വന്നത്. IPL മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ ഇന്ന് ആരംഭിക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യ സീസണിലേതുപോലെ 6 ടീമുകൾ മാറ്റുരയ്ക്കും. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, തൃശൂർ ടൈറ്റൻസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നീ 6 ടീമുകളാണ് KCL 2ാം എഡിഷനിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. വൈകുന്നേരം 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. എല്ലാ ദിവസവും 2 മത്സരങ്ങളുണ്ട്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.